Hi, hello, welcome to Competitive Cracker. It's me, Vishnu Ashok. നമുക്കറിയാം നമ്മളുടെ നെറ്റ് കൊമേഴ്സ് എക്സാമിന് വേണ്ടി നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ വേണ്ട ഒരു എക്സാം തന്നെയാണ് ഏതെന്ന് പറയുന്നത് നെറ്റ് കൊമേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ മാക്സിമം MCQസും വർക്കൗട്ട് ചെയ്ത് പോകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നെറ്റ് കൊമേഴ്സ് എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ചധികം MCQ ഡിസ്കഷനുമായിട്ടാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായി കാണുക. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്ന ആൻസർ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ആൻസർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കുക. ആ ഒരു പർട്ടിക്കുലർ ഏരിയ മനസ്സിലാക്കുക. അതെന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നേക്കുന്നത്? 3 lakh ആണ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് തന്നിരിക്കുന്നത്. റിട്ടൻഷൻ റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാണ് റിട്ടൻഷൻ റേഷ്യോ തന്നേക്കുന്നത്? 40% ആണ്. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഔട്ട്സ്റ്റാൻഡിംഗ് എത്രയാണ്? 1 lakh ആണ്. വാട്ട് ഈസ് DPS? DPS എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഡിവിഡൻഡ് പെർ ഷെയർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഡിവിഡൻഡ് പെർ ഷെയർ കണ്ടുപിടിക്കുന്നത്? നമുക്ക് EPS ആയിരുന്നെങ്കിൽ എന്തായിരുന്നു ഇക്വേഷൻ വരുന്നത്? EPS ആയിരുന്നെങ്കിൽ EPS ഏർണിംഗ് പെർ ഷെയർ ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ എന്തായിരുന്നു? നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? ഡിവിഡൻഡ് എത്രയാണോ പേ ഔട്ട് ചെയ്ത് അതേ ഡിവൈഡ് ബൈ എന്ത് ചെയ്താൽ മതി? ആ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ് ചെയ്താൽ പോരെ. അപ്പൊ ഇവിടെ എത്രയാണ്? നമുക്ക് നോക്കിയേ, റിട്ടൻഷൻ റേഷ്യോ 40% ആണ്. അതായത് റിട്ടൻഷൻ റേഷ്യോ 40% ആണ് എങ്കിൽ എത്രയായിരിക്കും അവർ ഡിവിഡൻഡ് ആയിട്ട് പേ ചെയ്തിരിക്കുന്നത്? 60% ആയിരിക്കില്ലേ? 60% ആയിരിക്കില്ലേ? അപ്പൊ 3 lakhന്റെ 60%, 3 lakhന്റെ 60% കണ്ടുപിടിക്കണം അല്ലെ? 3 lakhന്റെ 60% നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എത്രയെന്ന് വരും? എത്രയാണ്? 1,80,000. 1,80,000 ആണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? ഡിവിഡൻഡ് ആയിട്ട് പേ ചെയ്തിരിക്കുന്നത്. 1,80,000 ഡിവൈഡഡ് ബൈ 1 lakh ചെയ്താ പോരെ? 1,80,000 ഡിവൈഡഡ് ബൈ 1 lakh എത്ര വരുമായിരിക്കും നമ്മൾക്ക്? 1.80. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മക്കളെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ നോക്കുക, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? ഡിവിഡൻഡ് പെർ ഷെയർ വേണം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഡൻഡ് പെർ ഷെയർ കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിയേ, എന്തൊക്കെ തന്നിട്ടുണ്ട്? നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് തന്നിട്ടുണ്ട്, റിട്ടൻഷൻ റേഷ്യോ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്ങും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? റിട്ടൻഷൻ റേഷ്യോ കണ്ടുപിടിക്കണം. റിട്ടൻഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, മൊത്തം നമുക്ക് 100% ആണ് വരുന്നത്. അതിൽ 40% എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ റിട്ടൻഷൻ റേഷ്യോ ആയിട്ട് 40% തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എത്രയായിരിക്കും? 60% ആയിരിക്കും അല്ലെ? 60% ആയിരിക്കും. ക്ലിയർ ആയില്ലേ? അങ്ങനെയാണ് എങ്കിൽ നമുക്ക് നേരിട്ട് ഇക്വേഷനിലേക്ക് പോകത്തില്ലേ? ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ ഡിവിഡൻഡ് കണ്ടുപിടിക്കാം. 3 lakhന്റെ 60% എടുക്കുമ്പോൾ 1,80,000 കിട്ടി. 1,80,000 ഡിവൈഡഡ് ബൈ 1 lakh. അതായത് ഇക്വേഷൻ എന്താണ്? DPSന്റെ ഇക്വേഷൻ ഇപ്പൊ തന്നെ എഴുതിയിട്ട് എന്താണ് ഇക്വേഷൻ? ഇക്വേഷൻ ഇപ്പൊ തന്നെ എഴുതിയിടുക. ഇക്വേഷൻ എഴുതിയിടുക. DPS ഈസ് ഈക്വൽ ടു എത്രയാണ്? നമ്മളുടെ ടോട്ടൽ ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ്. ടോട്ടൽ ഡിവിഡൻഡ് നമ്മൾ കണ്ടുപിടിച്ചു 1,80,000. റിട്ടൻഷൻ റേഷ്യോ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത്, അതായത് 60% കിട്ടി. 1,80,000 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഔട്ട്സ്റ്റാൻഡിംഗ് 1 lakh. ആൻസർ 1.80. മക്കളെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം, കറക്റ്റ് ആയിട്ട് പഠിച്ചോണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നേക്കുന്നത് എന്താണ്? Financing decision determine the capital structure of a firm which affects the risk return trade-off. അതായത് ഫിനാൻസിംഗ് ഡിസിഷൻ determine the capital structure of a firm.
ഫിനാൻസിംഗ് ഡിസിഷൻ ഒരു ഫേമിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഡിറ്റർമിൻ ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൽ എന്തൊക്കെയാണ്? വിച്ച് അഫക്ട്സ് ദ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? ശരിയാണ്. ഇനി അടുത്ത നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് 2 എന്താ നിൽക്കുന്നത്? ഡിവിഡൻഡ് ഡിസിഷൻസ് ആർ റിലേറ്റഡ് ടു ദ proportion of earnings to be distributed was retained in the firm. അതായത് ഡിവിഡൻഡ് ഡിസിഷന്റെ അകത്ത് എത്രത്തോളം അവരുടെ ഏർണിങ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എത്രത്തോളം റീറ്റെയിൻ ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ് അല്ലെ? ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Financing decision manage the capital structure, balance risk return trade-off, while the dividend decision addresses the profit distribution versus reinvestment. അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് which of the following statements are correct? താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതെല്ലാമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? Zero coupon bonds are issued at a steep discount and redeemable at face value. സീറോ കൂപ്പൺ ബോൺസ് ഇഷ്യൂ ചെയ്യുന്നത് സ്റ്റീപ്പ് ഡിസ്കൗണ്ടിലും അത് റെഡീം ചെയ്യുന്നത് ഫേസ് വാല്യൂവിലുമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണല്ലേ? നമ്മൾ സോഴ്സ് ഓഫ് ഫിനാൻസിന്റെ അകത്ത് പഠിച്ചിട്ടുള്ളതാണ്. സീറോ കൂപ്പൺ ബോൺസുകൾ ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിസ്കൗണ്ടിലാണ്. അത് റെഡീം ചെയ്യുന്നത് എങ്ങനെയാണ്? ഫേസ് വാല്യൂവിലാണ് എന്ന്. അടുത്ത നോക്കിയേ, പ്ലെയിൻ വാനില ബോൺസ് ഹാവ് ഫിക്സഡ് കൂപ്പൺ ആൻഡ് മെച്ചൂരിറ്റി ഡേറ്റ്. പ്ലെയിൻ വാനില ബോൺസ് പറഞ്ഞാൽ സാധാ ബോൺസുകൾ, അവയ്ക്ക് എന്താണ്? ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു ഇക്വിറ്റി ഷെയർ. കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ത് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇവിടം വരെ ശരിയാണ്. അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി കമ്പനി, കമ്പനിയുടെ ഡിസ്ക്രിപ്ഷൻ പ്രകാരം അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. അതായത് പ്രോപ്പർ ആയിട്ട് അവർക്ക് ഒരു റെസൊല്യൂഷൻ ഒക്കെ പാസ്സാക്കി അല്ലെങ്കിൽ എന്താണ് പ്രത്യേകമായിട്ടുള്ള റൂൾസും റെഗുലേഷനും ഒക്കെ വെച്ച് എഗ്രിമെന്റ് അകത്തൊക്കെ അത് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ കമ്പനിയുടെ ഡിസ്ക്രിപ്ഷൻ പ്രകാരം, കമ്പനി തീരുമാനിക്കുന്ന പ്രകാരം പെട്ടെന്നൊന്നും എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല, കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ ആണല്ലോ? അപ്പൊ അത് തെറ്റാണ്. അടുത്ത നോക്കിയാൽ പെർപ്പച്വൽ ബോൺസ് ഹാവ് നോ മെച്ചൂരിറ്റി പീരീഡ്. പെർപ്പച്വൽ ബോൺസ് പറഞ്ഞാൽ ഇറഡീമബിൾ ബോൺസ് ആണ്. അത് എന്ത് ചെയ്യത്തില്ല, അതിനൊരു മെച്ചൂരിറ്റി ഡേറ്റ് ഇല്ല. അതും ശരിയാണ്. അപ്പൊ 1, 2, 4 ഏതായിരിക്കും ഓപ്ഷൻ വരുന്നത്? 1, 2, 4 ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഫിനാൻഷ്യൽ ലീസ് എഗ്രിമെന്റ് transfer all the risk and rewards of the ownership to the lease except the legal title. അതായത് ഫിനാൻഷ്യൽ ലീസ് എഗ്രിമെന്റിൽ ട്രാൻസ്ഫർ ഓൾ ദ റിസ്ക് ആൻഡ് റിവാർഡ്സ്, എല്ലാ തരത്തിലുള്ള റിസ്കുകളും റിവാർഡുകളും ലെസിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്തൊഴികെ? ലീഗൽ ടൈറ്റിൽ ഒഴികെ. അസേർഷൻ ശരിയാണ്. റീസൺ നോക്കിയേ, ഇൻ ഫിനാൻഷ്യൽ ലീസ് എഗ്രിമെന്റ് ദ ലീസ് ടേം കവർ ദ എക്കണോമിക് ലൈഫ് ഓഫ് ദി അസറ്റ്. അതായത് ഫിനാൻഷ്യൽ ലീസ് എഗ്രിമെന്റിൽ എന്ത് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ? അതായത് ഫിനാൻഷ്യൽ ലീസ് എഗ്രിമെന്റ് ദ ലീസ് കവർ, ഫിനാൻഷ്യൽ ലീസിന്റെ അകത്ത് ആ ലീസ് പീരീഡ്, അതായത് ആ അസറ്റിന്റെ എക്കണോമിക് ലൈഫ് ഫുൾ കവർ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതും ശരിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതാണ് വരുന്നത്? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞേക്കുന്നത്? A company XYZ issue a deep discount bonds with a face value of rupees 10,000 at issue price is 6,000 for 10 years. What types of bond is this? അതായത് ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ബോണ്ട് എത്ര രൂപ വിലയുള്ള 10,000 രൂപ വിലയുള്ള ബോണ്ട് അവർ ഇഷ്യൂ ചെയ്തേക്കുന്ന 6,000 രൂപയ്ക്കാണ് 10 വർഷത്തേക്ക്. അപ്പം സ്റ്റീപ്പ് ഡിസ്കൗണ്ട് അല്ലെ, വളരെയധികം ഡിസ്കൗണ്ടിലാണ് അത് ഇഷ്യൂ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏതായിരിക്കും? സീറോ കൂപ്പൺ ബോൺസ് ആയിരിക്കും അല്ലെ? സീറോ കൂപ്പൺ ബോൺസ് ടു അട്രാക്ട് ദ ഇൻവെസ്റ്റേഴ്സ് ഹു പ്രിഫർ ദ ലോ അപ്വേർഡ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെ. അതായത് കൂടുതലായിട്ട് ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ അട്രാക്ട് ചെയ്യാനായിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള സ്റ്റീപ്പ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത നോക്കിയേ, ഓപ്ഷൻ എ ആയിട്ട് redeemable debentures must be repaid at the end of their maturity period. അതായത് redeemable debentures നമ്മൾ redeem ചെയ്യുന്നത് എപ്പോഴായിരിക്കും? അതായത് അതിന്റെ ആ ഒരു മെച്ചൂരിറ്റി പീരീഡ് എത്തുമ്പം redeem ചെയ്യണം. എന്തുകൊണ്ടാണ്? irredeemable debentures has no obligation for repayment. irredeemable debentures എന്തില്ല? യാതൊരു രീതിയിലുള്ള ഒബ്ലിഗേഷൻസും ഇല്ല റീപേയ്മെന്റിൽ. അപ്പൊ അസേർഷനും ട്രൂ ആണ്. റീസൺ എന്ത് ചെയ്യുന്നുണ്ട്? അസേർഷനെ സാധൂകരിക്കുന്നുണ്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട്
വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ട്രൂ റിഗാർഡിംഗ് പ്രിഫറൻസ് ഷെയർ? പ്രിഫറൻസ് ഷെയറുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ ട്രൂ ആയിട്ടുള്ളത് ഏത്? ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ, അക്യുമുലേറ്റഡ് അൺപെയ്ഡ് ഡിവിഡൻഡ്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ, അക്യുമുലേറ്റ് ദ അൺപെയ്ഡ് ഡിവിഡൻഡ്. അതെ, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ തന്നെ അതല്ലേ, ശരിയല്ലേ? അതായത് എന്താണ്, അൺപെയ്ഡ് ആയിട്ടുള്ള ഡിവിഡൻഡുകൾ ക്യുമുലേറ്റ് ചെയ്യും, അക്യുമുലേറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിയാണ്. പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ഷെയർ റെസിഡ്യൂവൽ പ്രോഫിറ്റ് ആഫ്റ്റർ ഇക്വിറ്റി ഡിവിഡൻഡ്. അതായത് എന്താണ്, ഇക്വിറ്റി ഡിവിഡൻഡിന്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞും മിച്ചമുള്ള പ്രോഫിറ്റിന്മേൽ അവകാശമുള്ള, ഷെയർ കിട്ടാനായിട്ട് അവകാശമുള്ള ആളുകളാണ് പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. The preference shareholders having voting right in normal condition. നോർമൽ കണ്ടീഷനിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. ഉണ്ടോ? ഇല്ല, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി പ്രിഫറൻസ് ഷെയർസ് ആർ പെയ്ഡ് ആഫ്റ്റർ ബോണ്ട് ഹോൾഡേഴ്സ് ബട്ട് ബിഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അറ്റ് ദ ടൈം ഓഫ് ലിക്വിഡേഷൻ. ലിക്വിഡേഷൻ നടക്കുന്ന സമയത്ത് ക്യാപിറ്റൽ റീപേ ചെയ്യുമ്പോൾ എന്താണ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എപ്പോഴാണ് അത് കിട്ടുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്? ബോണ്ട് ഹോൾഡേഴ്സിന് കൊടുത്തു കഴിഞ്ഞ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട്. അതും ശരിയാണ്. അപ്പോ 1, 2, 4 ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കൃത്യമായിട്ട് ഈ ഏരിയ അറിയാവുന്നവർക്ക് ഇത് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മളുടെ നെറ്റ് കൊമേഴ്സ് JRFോട് കൂടി ക്രാക്ക് ചെയ്ത ആളാണ്. അപ്പൊ ഇദ്ദേഹത്തുമായിട്ട് ഒരു ഇന്ററാക്ഷൻ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുത്തത് എന്നുള്ള ആ ഒരു സ്ട്രാറ്റജിയും അദ്ദേഹത്തിന്റെ ആ ഒരു പഠന രീതിയും ഒക്കെ നിങ്ങൾക്കും മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അതറിയാനായിട്ട് നമ്മൾ താഴെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ആയിട്ട് PG വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എങ്ങനെ JRF വിജയം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ഇന്ററാക്ഷനിലൂടെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മളുടെ വിദഗ്ധരായിട്ടുള്ള അധ്യാപകര് നയിക്കുന്ന ക്ലാസ്സുകളൊക്കെയാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു പിന്തുണയൊക്കെ നൽകിയത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് അറിയാനായിട്ട് എന്ത് ചെയ്യുക, നമ്മളുടെ ആ ഒരു താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പൊ ലൈവ് ചാറ്റാണ്, ഞങ്ങളുടെ JRF ഹോൾഡറുമായിട്ടുള്ള ലൈവ് ചാറ്റാണ് നിങ്ങൾക്ക് നടത്താൻ പറ്റുന്നത്. ഏപ്രിൽ 29 8 PM സൂം ലൈവ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്തോണം, രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്കെല്ലാം തന്നെ ആ ഒരു ക്ലാസ്സിൻ്റെ അകത്ത്, ആ ഒരു ഇന്ററാക്ഷൻ ക്ലാസ്സിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. അപ്പൊ നിങ്ങളും അടുത്ത ഒരു JRF ഹോൾഡർ ആയിട്ടൊക്കെ നമ്മളുടെ മുന്നിലേക്ക് എത്തേണ്ട ആളുകളാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Why would a company choose the sale and lease back as a financing option? എന്തുകൊണ്ടാണ് ഒരു കമ്പനി ചൂസ് ചെയ്യുന്നത് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ് ചൂസ് ചെയ്യുന്നത്? നമുക്കറിയാം സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമ്മളുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി അല്ലെ എക്യുപ്മെന്റ് നമ്മൾ എന്ത് ചെയ്യും, വിൽക്കുന്നു. വിറ്റിട്ട് അതേ പ്രോപ്പർട്ടി തന്നെ നമ്മൾ ഫിനാൻഷ്യൽ ലീസിൽ എടുക്കുകയാണ് എങ്കിൽ അതിനെയാണ് എന്ന് പറയുന്നത് സെയിൽ ആൻഡ് ലീസ് ബാക്ക്. അതായത് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എന്താണ്, ടു റേസ് ദ ഇമ്മീഡിയറ്റ് ഫണ്ട് വൈൽ റിറ്റൈനിങ് ദ അസറ്റ്സ് യൂസേജ്. അപ്പൊ അതാണ് ഏതെന്ന് പറയുന്നത് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആപ്പിൽ ക്ലാസ് എടുത്തേക്കുന്നത് കേട്ടോ. അടുത്തത് നോക്കിയേ, 2 സ്റ്റേറ്റ്മെന്റ് തന്നേക്കാണ്. സ്റ്റേറ്റ്മെന്റ് 1, ലിവറേജ്ഡ് ലീസ് അലൗ ദ ലെസർ ടു ലെസി ആൻഡ് അസറ്റ് ഇവൻ വിത്തൗട്ട് ഫുൾ ഫിനാൻസിങ് കപ്പാസിറ്റി. അതായത് ലിവറേജ് ലീസിന്റെ അകത്ത് ലെസർ ടു ലെസി ആൻഡ് അസറ്റ്സ് ഇവൻ വിത്തൗട്ട് ഫുൾ ഫിനാൻസിങ് കപ്പാസിറ്റി, ഫുൾ ആയിട്ടുള്ള ഒരു ഫിനാൻസിങ് കപ്പാസിറ്റി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇൻ ലിവറേജ്ഡ് ലീസ് ദ ലെസർ ബോറോ ദ ഫണ്ട്. ലിവറേജ്ഡ് ലീസിന്റെ അകത്ത് ലെസർ എന്ത് ചെയ്യാണ്, ബോറോ ദ ഫണ്ട് ഫ്രം finance the lease and use the lease payment to repay the loan. എന്താണ് ഫിനാൻഷ്യൽ ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ A എന്ന് പറയുന്ന ആള്, അയാളാണ് ലെസർ എന്ന് പറയുന്ന ആളെന്ന് വിചാരിക്കുക. ഇയാൾ എന്ത് ചെയ്യാണ്, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരു 10,000 രൂപ എടുക്കുന്നു. എന്നിട്ട് ഈ എമൗണ്ട് എന്ത് ചെയ്യാണ്, ഈ എമൗണ്ട് ഉപയോഗിച്ച് ഒരു എക്യുപ്മെന്റ് വാങ്ങിയിട്ട് ആ എക്യുപ്മെന്റ് ആർക്ക് കൊടുക്കുകയാണ്, ബി എന്ന് പറയുന്ന വ്യക്തിക്ക് ലീസിന് കൊടുക്കുന്നു. ലീസിന് കൊടുത്തിട്ട് ബിയുടെ കയ്യിൽ നിന്ന് മന്ത്ലി ആയിട്ട് ഒരു 2,000 രൂപ പീരിയോഡിക്കൽ പേയ്മെന്റ് മേടിക്കുന്നു. അതിനുശേഷം ബാങ്കിന് ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു 1,000 രൂപ അയാൾ അടയ്ക്കുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ലിവറേജ് ലീസ് എന്ന് പറയാം. 3 ആൾക്കാർ ഇൻക്ലൂഡഡ് ആകുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ആൻസർ ഏതാ വരുന്നത്, ഓപ്ഷൻ ഏതാണ് വരുന്നത്,
ഓപ്ഷൻ എ ആണ്. ലിവറേജ്ഡ് ലീസ് ഇൻവോൾവ്സ് ദ ലെസർ ബോറോവിംഗ് ദ ഫണ്ട്സ് എന്താണ് enabling them to lease the assets and repay the loans through the lease rentals. അടുത്തത് നോക്കിയേ, അടുത്തത് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ആയിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? ഇഫ് ദി EBIT increases but EPS decreases, EBIT increases but EPS decreases, it may indicate എന്താണ് dilution of the shareholders return due to the issuance of additional equity. അപ്പോൾ അഡീഷണൽ ഇക്വിറ്റി, അതായത് ഇവിടെ ഓർത്ത് വെച്ച ഏത് സാഹചര്യത്തിലാണ് EBIT increases EPS decreases ആണ് എങ്കിൽ അവിടെ എന്താണ് നമ്മളുടെ എന്താണ് ഇഷ്യൂവൻസ് ഓഫ് ദി അഡീഷണൽ ഇക്വിറ്റി എന്നാണ് പറഞ്ഞേക്കുന്നത്. അസേർഷൻ ആയിട്ട് റീസൺ പറഞ്ഞേക്കാണ് ഇഷ്യൂയിങ് മോർ ഇക്വിറ്റി ഷെയർസ് റെഡ്യൂസ് ദ ഏർണിംഗ് ആട്രിബ്യൂട്ട് എന്താണ് issuing more equity shares reduces the earning attributable to each share even the company's total profit grows. ഏതാണ് വരുന്നത്? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിയാൽ അസേർഷൻ ആയിട്ട് പറഞ്ഞേക്കുന്ന കാര്യം ശരിയല്ലേ? രണ്ടും ശരിയല്ലേ? അസേർഷനും ശരിയാണ്, റീസണും ശരിയാണ്. The issuance of the new equity shares increases the denominators, അതായത് എന്താണ് numbers of the shares in the EPS calculation. Even the EBIT increases, EPS may be decline. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? അത് EBIT EPS അനാലിസിസ് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് വരുന്ന കേട്ടോ. A company high EBIT, a company with high EBIT, ഒരു കമ്പനിക്ക് ഹൈ ആയിട്ടുള്ള EBIT ഉണ്ടെങ്കിൽ is the better positioned to the manage and debt obligation. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏറ്റവും നല്ല പൊസിഷനിൽ ഏറ്റവും മാനേജ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നുണ്ട്, ഡെപ്റ്റ് ഒബ്ലിഗേഷൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം വരുന്നത്. സ്റ്റേറ്റ്മെന്റ് 2 ആയിട്ട് പറയുന്ന ഹൈ EBIT ഡയറക്ട്ലി റെഡ്യൂസസ് ദ ഫിനാൻഷ്യൽ ലിവറേജ് ബൈ ഇൻക്രീസിംഗ് ദ ഇക്വിറ്റി. അതായത് ഹൈ EBIT ആണെങ്കിൽ അത് ഡയറക്ട്ലി റെഡ്യൂസ് ദ ഫിനാൻഷ്യൽ ലിവറേജിനെ കുറയ്ക്കുകയും എന്നാണ് നമ്മളുടെ ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, രണ്ട് സ്റ്റേറ്റ്മെന്റും എങ്ങനെയാണ്? രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? ട്രൂ ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ഫോൾസ് ആണ് അല്ലെ? സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്, സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? ഫോൾസ് ആണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. ദ ഹൈ EBIT ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഹൈ EBIT ആണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഓപ്പറേഷണൽ ഏർണിംഗ്സ് ഉണ്ട് എന്ന് തന്നെയാണ്. വിച്ച് ഹെൽപ്സ് ദ കമ്പനീസ് ടു കവർ ദ ഫിക്സഡ് അസറ്റ് ഇൻക്ലൂഡിംഗ് ഇൻട്രസ്റ്റ്. അതിനാണ്. However, the financial leverage is determined by the mix of debt and equity, not directly by EBIT. EBIT അല്ല അതെന്ത് ചെയ്യുന്നത്? ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, which of the following statements are true about the relationship between EPS, EBIT and ഫിനാൻഷ്യൽ ലിവറേജ്? EPS, EBIT, ഫിനാൻഷ്യൽ ലിവറേജ് ഇവയെ മൂന്നും വെച്ചുകൊണ്ട് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതെല്ലാമാണ് ട്രൂ ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചേക്കുന്നത്. എ ഹയർ EBIT improves a company's capacity to take on additional debt without increasing risk. A higher EPS always indicates improved operational efficiency. A financial leverage can amplify the effects of EBIT change on EPS. If the EBIT remain the constant but EPS increases, it indicates the ചേഞ്ച് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. വളരെ സിമ്പിൾ ആണ്, പക്ഷെ 5 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ ആ EBIT EPS അനാലിസിസ് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ? ഓപ്ഷൻ ബി എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 1, 3, 4 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 2 എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ നോക്കുക എന്താണ്? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ബിക്കോസ് ദ ഹയർ EBIT, ഹയർ ആയിട്ടുള്ള EBIT എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്സ് ടു കവർ ദ ഫിക്സഡ് ഒബ്ലിഗേഷൻസ്. സ്റ്റേറ്റ്മെന്റ് 2 ഫോൾസ് ആണ് ബിക്കോസ് ദ ഹയർ EPS might result from the change in capital structure. അതായത് ഹൈ ആയിട്ടുള്ള EPS ആണ് എങ്കിൽ അവിടെ എന്താണ്? അതിന്റെ റിസൾട്ട് ആയിട്ട് ചേഞ്ച് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ റാദർ ദാൻ ദ ഓപ്പറേഷണൽ എഫിഷ്യൻസി. ആൻഡ് സ്റ്റേറ്റ്മെന്റ് 3 ട്രൂ ആണ്. ഫിനാൻഷ്യൽ ലിവറേജ് മാഗ്നിഫൈസ് ദി ഇമ്പാക്ട് ഓഫ് ദി EBIT ചേഞ്ചസ്. ആൻഡ് സ്റ്റേറ്റ്മെന്റ് 4ഉം ശരിയായിട്ടുള്ളതാണ്. ചേഞ്ച് ഇൻ EPS വിത്ത് കോൺസ്റ്റന്റ് EBIT implies the change on the capital structure. അടുത്തത് നോക്കിയേ, അടുത്തത് പറഞ്ഞേക്കുന്നത് എന്താണ്? എ കമ്പനീസ് EPS ഹാസ് ഇൻക്രീസ്ഡ്. എ കമ്പനീസ് EPS ഹാസ് ഇൻക്രീസ്ഡ്. ഒരു കമ്പനിയുടെ EPS ഇൻക്രീസ് ചെയ്തു, ബട്ട് ഇറ്റ്സ് EBIT റിമൈൻ കോൺസ്റ്റന്റ്. അതിന്റെ EBIT എങ്ങനെയാണ്? കോൺസ്റ്റന്റ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് സിനാരിയോ ഈസ് മോസ്റ്റ്ലി ലൈക്ക്? അങ്ങനെയാണെങ്കിൽ ഏത് സിനാരിയോ ആണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ കമ്പനി ഹാസ് റീപർച്ചേസ്ഡ് സം ഓഫ്
ഇറ്റ്സ് ഇക്വിറ്റി ഷെയർ, അവരവരുടെ ഇക്വിറ്റി ഷെയറുകൾ കുറച്ച് റീപർച്ചേസ് ചെയ്യുകയാണോ. ദ കമ്പനീസ് ഹാസ് ഇഷ്യൂ മോർ ഇക്വിറ്റി ഷെയർസ് ടു റേസ് ഫണ്ട്, കൂടുതൽ എന്താണ് ഇക്വിറ്റി ഷെയറുകൾ ഇഷ്യൂ ചെയ്ത് ഫണ്ട് കണ്ടെത്തുകയാണോ. ദ കമ്പനീസ് ഹാസ് കൺവേർട്ടബിൾ ഇറ്റ്സ് ഡെപ്റ്റ് ടു ഇക്വിറ്റി, ഡെപ്റ്റ് കൺവേർട്ട് ചെയ്ത് ഇക്വിറ്റി ആക്കുകയാണോ. ദ കമ്പനീസ് ഹാസ് എന്താണ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഇൻക്രീസ് ഇൻ ഓപ്പറേഷണൽ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുകയാണ്. ഏതാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് അറിയാമെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. EPS can increase with the constant EBIT if the number of shares decreases due to the share repurchase. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മളുടെ CC-യിൽ 60 ഡേയ്സിന്റെ ക്രാഷ് ബാച്ച് ആരംഭിക്കുകയാണ്. അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾ നെറ്റ് കൊമേഴ്സ് നേടിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, JRF നേടിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, CC നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആണ്. നിങ്ങൾ CC-യിലേക്ക് ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മളുടെ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫുൾ റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, ലൈവ് ക്ലാസ്സുകളുണ്ട്, PDF നോട്ട്സുകളുണ്ട്, ഡൗട്ട് ക്ലിയറിംഗ് സെഷനുകളുണ്ട്, ടെക്നിക്കൽ സപ്പോർട്ട്സ് ഉണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ട്. അങ്ങനെ ഈ ഒരു നെറ്റ് കൊമേഴ്സ് നേടിയെടുക്കാനായിട്ട് എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളാണ് CC-യിൽ അവൈലബിൾ ആകുന്നത്. അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിലും ജോയിൻ ആകാം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ മെറ്റീരിയൽസും അതുപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസും നെറ്റ് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷൻസും ഒക്കെ അറിയാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് നെറ്റ് കൊമേഴ്സ് നേടിയെടുക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതിന് വേണ്ട A to Z കാര്യങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ഏരിയ അറിയില്ല, ഇന്ന ഏരിയയുടെ ക്ലാസ് വേണം, അങ്ങനെയൊക്കെ ആവശ്യപ്പെടുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ആ കമന്റിൽ നമ്മൾ വായിച്ചിട്ട് അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കാണാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ഇറ്റ്സ് മീ വിഷ്ണു അശോക്.